ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് അരക്കപ്പോളം ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മൈദയാണ് ചേർക്കുന്നത്. അരക്കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ബേക്കിംഗ് പൗഡറാണിത്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇവിടെ മൈദക്ക് പകരം നമുക്ക് ആട്ടത്തെണ്ണ ഉപയോഗിച്ചിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് അരക്കപ്പോളം നോർമൽ വാട്ടറാണ് എടുത്തിട്ടുള്ളത്, ചൂടുവെള്ളമല്ല, സാധാ വെള്ളം തന്നെ ഒഴിച്ചിട്ട് ഇതുപോലെ കുഴച്ച ശേഷം നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നന്നായി കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. അപ്പോൾ അത് കട്ട് ചെയ്യുന്ന അത്രയും സമയം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതാ കുറച്ച് ചോളം എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം, ഒരു സവാള എടുത്തിട്ടുണ്ട്, ചെറിയ സവാളയാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ചോപ്പറിൽ ഇട്ടിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകമാണ് ചേർക്കുന്നത്. ഈ ജീരകത്തിൻ്റെ ടേസ്റ്റ് ചില ആൾക്ക് ഇഷ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു സവാള ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊന്നും മാറേണ്ടയില്ല, അത് ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആകുന്ന വിധത്തിൽ അങ്ങനെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ സവാള ഒന്ന് വാടി വരുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ ചോളം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ ചോപ്പറിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അതും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇതിൽ കുറച്ചൊരു വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ട്, കണ്ടൻറ് ഉണ്ട്. അപ്പോൾ അത് ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം, അങ്ങനെയാണ് വേണ്ടത്. പിന്നെ അതിൻ്റെ ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ക്യാപ്സിക്കമും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോളം എന്ന് പറഞ്ഞാൽ കോണാണ് കേട്ടോ. അപ്പോൾ അതും ഇട്ടിട്ടുണ്ട്, ക്യാപ്സിക്കം ഇട്ട്. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചൊന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ടുണ്ട്. അതും ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് ആണ് ഇഷ്ടമെങ്കിൽ അത് ചേർത്താലും മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും ബീഫ് ചിക്കനും അതൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഒരു വ്യത്യാസത്തിന്, ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ഗരം മസാലയാണ് ചേർത്തത്. നമ്മൾക്ക് ഏത് ഫ്ലേവറാണ് ഇഷ്ടം, ഗരം മസാലയാണെങ്കിൽ അത്, അല്ലെങ്കിൽ ചാട്ട് മസാല, ചന മസാല, അങ്ങനത്തെ ഏത് ഫ്ലേവറാണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഗരം മസാലയാണ്, വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ചും കൂടെ ബട്ടർ ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ബട്ടറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടും അത് ഓഫാക്കിയിട്ടുണ്ട് ഫ്ലെയിം. ഇനി നമ്മൾ ഈ ഒരു കുഴച്ച് വെച്ച ഈ ഒരു മാവിനെ ഒന്നും കൂടെ കുഴച്ചതിന് ശേഷം ഞാനിത് പകുതിയാക്കി എടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ 2 പീസാണ് ആക്കുന്നത്. നമുക്കിത് 4 എണ്ണം ആക്കാൻ പറ്റും, പക്ഷേ ഞാനിവിടെ 2 എണ്ണം ആക്കിയിട്ട് വലിയ സൈസാക്കിയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാൻ നല്ല ഈസി ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുക്കാം. നമ്മളിത് ചപ്പാത്തി കോല് കൊണ്ട് ഒന്ന് പരത്തിയാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഒരു മസാല ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ മസാലയും ഞാൻ പകുതി ആക്കിയിട്ടുണ്ട്. അപ്പോൾ 2 എണ്ണത്തിന് വേണ്ടിയിട്ടുള്ള മസാല ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് വലിയ സൈസാണ്. നമ്മൾക്ക് ചെറുതുവാണെങ്കിൽ ഇതിന് ഒരെണ്ണത്തിന് തന്നെ 4 എണ്ണം ആക്കട്ടെ. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഈസിയാണ്. ഒന്നും കൂടെ നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ആക്കിയ ശേഷം നമുക്കിതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചീസാണ് ഇട്ട് കൊടുക്കുന്നത്, മൊസറല്ല ചീസാണ്. അപ്പോൾ ഈ ഒരു ഫ്ലേവറും കൂടി ഇതിലേക്ക് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫില്ല് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് സൈഡെല്ലാം ഒന്ന് വലിച്ച് അതൊന്ന് സീൽ ചെയ്ത് കൊടുക്കണം. അത് ഇങ്ങനെ ചെയ്താൽ നമ്മൾ ഫില്ലിംഗ് ഒന്നും പുറത്ത് പോവാതെ കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ നിൽക്കും. അപ്പോൾ ഇതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ ഒട്ടിച്ച് നിൽക്കണം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാവും. ഇതുപോലെ ആക്കിയ ശേഷം ഒന്ന് പ്രസ് ചെയ്ത് അതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തതിന് ശേഷം നമുക്ക് പലകയിൽ വെച്ചിട്ട് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്താലുണ്ടല്ലോ നമ്മുടെ പുറത്തുള്ള ഈ തൊലിയൊക്കെ നല്ലോണം ഹാർഡാവാതെ നല്ല തിന്നായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്ത പീസും ഇതേപോലെ റെഡിയാക്കിയെടുക്കാം. ഇനി നമ്മൾ ഇത് പരത്തിയെടുക്കണം. അപ്പോൾ ഇത് ചപ്പാത്തി പലകയിൽ ഞാൻ കുറച്ച് മൈദയും കുറച്ച് കോൺഫ്ലവറും ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ നമ്മൾക്കിത് ഒട്ടിപ്പിടിക്കാതെ കറക്റ്റായിട്ട് നല്ല രീതിയിൽ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല തിന്നാക്കിയിട്ട് പരത്തിയെടുക്കാം.
അപ്പോൾ ഇത് പരത്തുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ് പുറത്ത് പോകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ നല്ല തെളുപ്പാക്കി തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുണ്ടാക്കുന്ന ഇരുമ്പ് പാത്രത്തിലാണ്. അതിലുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗമായ ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ബട്ടർ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. ഇതിൽ കുറച്ച് കൂടുതൽ ബട്ടർ ഇട്ടാൽ നല്ല ഫ്ലേവറായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൽ ഒരു പിശുക്കും പാടില്ല, നല്ലോണം ബട്ടർ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കണം. അപ്പോൾ ആ ഒരു ഭാഗത്താക്കിയ ശേഷം ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ആക്കിയിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് നമ്മൾ ബട്ടർ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു പലഹാരത്തിന് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. തിരിച്ചിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്താൽ മതി. അത് നല്ല രീതിയിൽ പൊങ്ങി വരും. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ സംഭവവും വെന്തിട്ടുണ്ടാവും, കറക്റ്റായിട്ടുണ്ടാവട്ടെ. ഇങ്ങനെ പൊങ്ങി വന്നാലാണ് നമ്മൾ ഉള്ളിലുള്ള ഫ്ലേവറൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ ബട്ടർ ഉള്ളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കുത്തി ചെറിയൊരു ഹോൾസ് ആക്കിയിട്ട് ആ ഒരു ബട്ടർ എല്ലായിടത്തേക്കും ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ആക്കുമ്പോൾ ആ ഒരു ബട്ടറിൻ്റെ ഫ്ലേവർ ഈ ഒരു പലഹാരത്തിന് നല്ല ടേസ്റ്റും ഉണ്ട്, നല്ലൊരു ഫ്ലേവറും കിട്ടുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന ഈ ഒരു കയ്യിലുകൊണ്ട് തന്നെ ഒന്ന് കുത്തിക്കൊണ്ടിരിക്കാൻ മതി. അപ്പോൾ ആ ഒരു ബട്ടർ എല്ലായിടത്തും ആക്കി കൊടുത്ത് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ. ഇപ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. തുടക്കത്തിൽ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് 2 ഭാഗവും ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിത് നല്ല ചെറുതാക്കി ഫ്ലെയിം നല്ലോണം കുറച്ചതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കാം, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഇത് ഒരെണ്ണം തന്നെ 2 പേർക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ വലിയ സൈസ് ആക്കിയതുകൊണ്ട് തന്നെ നമ്മളെ ജോലി കുറച്ചും കൂടെ എളുപ്പമായി. അപ്പോൾ ഇത് നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മറ്റേതും ചുട്ടെടുക്കാം. നല്ല ഈസിയാണ്. നമ്മൾക്കിതിലേക്ക് വേറെ കറികളൊന്നും ആവശ്യമില്ല. അപ്പോൾ ഈ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഈ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്നത് ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ. ഇതുപോലെ ഈസി വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കണേ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ആ ഒരു ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഉള്ളിലിട്ട് ചീസെല്ലാം മെൽട്ടായിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഒരുപാട് ചീസൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ചീസ് മാത്രമായിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കട്ടോ. പിന്നെ ഇതിലിട്ട് മസാലയൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റം വരുത്താം. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.